ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബീഫ് കൊണ്ട് ചിക്കൻ കൊണ്ടെല്ലാം കപ്പ ബിരിയാണി ഉണ്ടാക്കാറുണ്ടല്ലേ. ഇന്ന് ഞാൻ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. പക്ഷേ ബീഫ് കൊണ്ട് ചിക്കൻ കൊണ്ടൊന്നല്ല, കക്കിറച്ചി കൊണ്ടാണ് ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റിൽ കപ്പ ബിരിയാണി കഴിക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും കക്ക കൊണ്ടൊന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നോക്കാം അപ്പോൾ നമുക്ക് കക്ക ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുന്നേ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. സബ്സ്ക്രൈബിൻ്റെ കാര്യം തന്നെ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ മിക്കവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം കക്കിറച്ചി ഒന്ന് വേവിക്കാം. കക്ക വേവിക്കുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അതെന്തെല്ലാമാണെന്ന് നോക്കാം. 2 സബോള, ഒരു കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇവയെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. സബോള ഇഞ്ചിയും കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നല്ല പോലെ കഴുകി വൃത്തിയാക്കി അതിനുള്ളിലെ കറുത്ത അഴുക്കൊക്കെ കളഞ്ഞ് വെള്ളം വാർത്തു വെച്ച കക്ക ചേർത്ത് കൊടുക്കാം. 1/2 കിലോ കക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു തക്കാളി അരിഞ്ഞത്. തക്കാളി ഓപ്ഷണലാണ് കേട്ടോ. ചെറുതായിട്ടൊരു പുളി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തക്കാളി ചേർത്താൽ മതി. പിന്നെ നമ്മൾ ചതച്ചെടുത്തതും ചേർക്കാം. പിന്നെ ഒരു കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കാം. അടുത്തതായിട്ട് നമുക്ക് കപ്പ വേവിക്കാം. അതിനായിട്ട് 1/2 കിലോ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയ കപ്പയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ഞാൻ ഊറ്റിയെടുക്കാനുള്ള അത്രയും വെള്ളം വെച്ചിട്ടില്ല, കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ. വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേവിക്കാൻ വെച്ചിരിക്കുന്ന കക്ക ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പൊ കക്കിറച്ചി നന്നായി വെന്ത് തക്കാളിയൊക്കെ നല്ല പോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. വെള്ളം മുഴുവനായിട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കാനുള്ളതാണ്. അപ്പൊ വെള്ളം വറ്റിക്കോളും. കൊള്ളിയും ഇപ്പൊ നന്നായി വെന്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കക്ക വേവിച്ചതിലോട്ട് ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കപ്പ മുഴുവനായിട്ട് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കഷ്ണങ്ങൾ ഉടയാതെയും വേണം. അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. പക്ഷെ ചിലർക്കൊക്കെ കൊള്ളി നല്ല പോലെ വെന്ത് ഉടഞ്ഞ പരുവത്തിൽ കഴിക്കാനായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യുക. ഇനി നമുക്കതൊന്ന് വരട്ടിയെടുക്കണം. അതിനായിട്ട് ഒരു ചട്ടിയോ പാനോ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായാൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 സബോള നൈസായി അരിഞ്ഞതും, ഒരു കഷ്ണം ഇഞ്ചിയും 6 വെളുത്തുള്ളിയും ചെറുതാക്കി ചോപ്പ് ചെയ്തതും, 5 പച്ചമുളക് നടുകീറിയതും ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് മുരിഞ്ഞു വരുന്നതുവരെ നമുക്കൊന്ന് വഴറ്റാം. ഇപ്പൊ സബോളൊക്കെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് മൂപ്പിക്കണം. ഇതല്ലാതെ വേറെ പൊടികളൊന്നും ഇനി ഇതിലേക്ക് ചേർക്കണം എന്നില്ല. ഓൾറെഡി നമ്മൾ കക്കയും കപ്പയും ഒക്കെ വേവിക്കുമ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഗരം മസാലപ്പൊടി മാത്രം മതിയാകും. അത് നന്നായി മൂത്ത് വന്നാൽ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കക്ക കൊള്ളി മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. നല്ല പോലെ വരട്ടി ആ ഗരം മസാലയുടെ വെളിച്ചെണ്ണയുടെ ഒക്കെ ഫ്ലേവർ കക്കയിലും കൊള്ളിയിലും ഒക്കെ പിടിച്ച് മസാലയൊക്കെ യോജിച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം.
ഇപ്പോൾ നമ്മുടെ കക്ക കൊണ്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി. മെയിൻ കോഴ്സ് ആയിട്ടും നല്ല സ്പൈസി ആയതുകൊണ്ട് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ടും വൈകുന്നേരം ചായക്ക് സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാവുന്ന ഒരു ഡിഷാണ് കപ്പ ബിരിയാണി. ഈ സെയിം മെത്തേഡിൽ ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ പറയണ്ടല്ലോ അല്ലേ. എന്നിട്ട് വീഡിയോയുടെ അടിയിൽ കമൻ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാ അടുത്ത ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.